ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനോ ബീറ്ററോ കുക്കറോ മിക്സിയോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കകം ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ച് വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എൻ്റെ 1 കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 250 ml ആണ്. 1/4 കപ്പിൻ്റെ അളവ് 60 ml ആണ്. അടുത്തതായിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. അങ്ങനെ പഞ്ചസാരയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിന് തേനാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. അടുത്തതായിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 180 ml ആണ് വരുന്നത്. അങ്ങനെ ഡോറ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഈ ഓയിലൊന്ന് തൂത്ത് കളയാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് 1/4 കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്കത് വേവിച്ചെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറിൽ വേണം നമ്മുടെ കേക്ക് ഇരിക്കാനായിട്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ട് നമുക്ക് 10 കേക്കോളം റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ സ്പോഞ്ച് കേക്കും നമുക്ക് റെഡിയാക്കാം. അങ്ങനെ എല്ലാ സ്പോഞ്ച് കേക്കും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കേക്ക് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസോ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റോ ന്യൂട്ടല്ലയോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സോസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കേക്കും ഇവിടെ ചോക്ലേറ്റിൻ്റെ സോസ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തില്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.